ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു അംബർല ഫ്രോക്കാണ്. അതും ഈ ഒരു റെയർ കളറായിട്ടുള്ള ഈ ഒരു നെറ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ്. സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ഫോൾഡ് വരുന്നൊരു സ്ലീവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ലൈനിങ്ങിന് ക്രേപ്പ് ലൈനിങ് അവർ നമ്മെ എടുത്ത് നമുക്ക് കസ്റ്റമർ കൊണ്ട് തന്നേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നെറ്റിലാണ് ചെയ്തേക്കുന്നത്. നെറ്റിൻ്റെ പുറത്ത് സ്റ്റോൺ വർക്കാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, കാരണം ഇത് നമുക്ക് അർജൻറ്റായിട്ട് കൊടുക്കേണ്ട വന്നൊരു വർക്കാണ്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ നേരത്താണ് നമ്മളത് സ്റ്റോണാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ കരുതി ലൈനിങ്ങിൽ നമ്മൾ എപ്പോഴും ലൈനിങ്ങിലല്ലേ അടയാളപ്പെടുത്തുന്നത്, അതുപോലെ തന്നെ ലൈനിങ് നമ്മൾ രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം നമ്മളത് വീണ്ടും ഒന്നുകൂടെ നാലായിട്ട് മടക്കിയതിന് ശേഷം ആദ്യമേ നമ്മൾ യോക്കാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പം ആദ്യമേ നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ നമ്മൾ ആദ്യമേ നമ്മൾ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം, കാരണം ഓപ്പണിങ് വരുന്ന ഭാഗമാണ് ഞാൻ മുകളിലോട്ട് വെച്ചേക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. വീണ്ടും നമ്മൾ ഷോൾഡർ സെപ്പറേറ്റ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ലൈൻ വരച്ചേക്കുന്നത്. ഇനി ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തിയ 7 ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. 7 ഇഞ്ചിൽ നിന്ന് ഏറ്റവും അടിയിലോട്ട് കൈക്കുഴിക്കായിട്ട് ഇല്ലെങ്കിൽ ആം ഹോൾ എന്ന് പറയുന്നതിന് 7 ഇഞ്ച് തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് നമ്മൾ 40 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് എന്ന് പറയുന്ന ഒരു പ്രഗ്നൻ്റ് ആയിട്ടൊരു ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തയ്യൽ തുമ്പിട്ട് ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവിനെ നമ്മൾ 4ആയിട്ട് ഭാഗിച്ചപ്പോൾ 10 ഇഞ്ചാണ് കിട്ടിയത്. ആ 10 ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട്, അപ്പോൾ നമ്മളോട് പറഞ്ഞായിരുന്നു ലൂസായിട്ട് തയ്ക്കണമെന്ന്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിനുശേഷം നമ്മൾ യോക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത്. യോക്കിൻ്റെ ഇറക്കം നമ്മൾ ആദ്യം 13 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും നമ്മളത് കുറച്ചും കൂടെ ഇറക്കി ഒരു 15 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട. ഞാൻ 13, കാരണം ആദ്യമേ നമ്മൾ അളവ് നോക്കാതെ ജസ്റ്റ് ഇങ്ങനെ 15 ഇഞ്ച് മാർക്ക് ചെയ്താണ്. പിന്നെ എനിക്ക് തോന്നി 15 ഇഞ്ചല്ല 13 ഇഞ്ചാന്ന്. അതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്ന നിങ്ങൾ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 13 ഇഞ്ചാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം വേസ്റ്റ് അളവ് എന്ന് പറയുന്നത് അതും നമ്മൾ 40 ഇഞ്ച് തന്നെയാണ് വെക്കുന്നത്. അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 ഇഞ്ചും കൂടെ കൂട്ടി, അതായത് ചെസ്റ്റിൽ എങ്ങനെയാണ് എടുത്ത് അതുപോലെ തന്നെ വേസ്റ്റിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ കർവ് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴിച്ച് വരച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടക്കിനാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ടക്കിന് 3.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ യോക്കിൻ്റെ ഇറക്കം അനുസരിച്ച് ടക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നതില്ല, ടക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ 11 ഇഞ്ചായതുകൊണ്ട് നമുക്കൊരു 4 ഇല്ലെങ്കിൽ 4.5 മതി. ഇതിപ്പോൾ നമ്മൾ ഇറക്കം കുറച്ച് കൂട്ടിയാണ് മാർക്ക് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് 5 ഇഞ്ച് കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 4 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ 2 സൈഡിലും ഒരുപോലെ തന്നെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 3.5 ഇഞ്ചിൽ നിന്ന് നേരെ മുകളിലോട്ട് ടക്ക് എത്രയാണോ ആവശ്യം. ഒരിക്കലും 11 ഇഞ്ചൊക്കെ നമ്മുടെ യോക്കിൻ്റെ ഇറക്കൊണ്ട് മാത്രമാണ് 5 ഇഞ്ചൊക്കെ വെച്ചാൽ മതി. അതിൽ കുറവുള്ളവരൊന്നും 5 ഇഞ്ചൊന്നും ടക്കൊന്നും കയറ്റി എടുക്കില്ല. 4 അതിൽ കുറവ് മാത്രമേ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നല്ല തുണി, അതായത് ലൈനിങ് തുണി നമ്മുടെ നല്ല തുണിയുടെ മുകളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനാണ് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ തുണി ഒരുപാട് വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ അരികു ചേർത്ത് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതെന്ന് പറയുന്നത് 3 മീറ്ററാണ് അവർ എടുത്തേക്കുന്നത്. അപ്പോൾ ചേച്ചി ലൈൻ കുർത്തി ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പ്രഗ്നന്റും കൂടെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലൈൻ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ അംബർല ചെയ്യുവാണെങ്കിൽ തുണിയും വേസ്റ്റ് ആകാണ്ട് അതുപോലെ തന്നെ ചേച്ചിക്ക് കംഫർട്ടായിട്ട് ഇരിക്കും. അതുകൊണ്ടാണ് നമ്മളിത് ഉള്ള തുണി മൊത്തം വെച്ച് നമ്മൾ അംബർല ഫ്രോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സ്കേർട്ടിന്റെ തുണി 2ആയിട്ട് മടക്കി കോണോട് കോൺ ചേർത്ത് മടക്കിയിട്ടുണ്ട്. ഇനി വേസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യോക്കിന്റെ പീസ് ഇതുപോലെ കൊണ്ട് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വേസ്റ്റ് അളവ് മാർക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ എന്തിനാണ് കുറയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മുകളിൽ ടക്കടിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് 2 ഇഞ്ച് നമ്മൾ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേസ്റ്റിന്റെ അളവ് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ 2 ഇഞ്ച് കുറയ്ക്കണമെന്ന് പറഞ്ഞ് കൂട്ടി മാർക്ക് ചെയ്ത് വെറുതെ നമുക്ക് തുണി വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. 2 ഇഞ്ച് കുറച്ചതിന് ശേഷം ബാക്കി എത്രയാണോ ഉള്ളത് അത് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുത്താൽ മതി. അതിനുശേഷം 2 സൈഡും മുകളിലോട്ട് ഒന്ന് കയറ്റി റാ പോലെ വരച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇറക്കം എത്രയാണെന്ന് നോക്കിയതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇറക്കം നമുക്ക് 32 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഫുൾ ഇറക്കം എത്രയാണ് കിട്ടുന്നത് അത് മൊത്തം ഞാൻ എടുക്കുന്നതാണ്. 32 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ 32 നമ്മൾ എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മളത് ഫുള്ള് റൗണ്ടിൽ വരച്ചെടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. വേസ്റ്റ് അളവ് നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ നല്ല തുണീനെക്കാട്ടിൽ ഒരു 5 ഇഞ്ച് ഇറക്കം കുറച്ചെടുത്താൽ മതിയായിരിക്കും. കാരണം എങ്കിലേ നമുക്കത് ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത സ്ലീവ് കട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പം
സ്ലീവിന് നമ്മൾ ആദ്യമേ തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടണം. അതിനുശേഷം വീണ്ടും നമ്മളത് ഒന്നുകൂടെ നടുവേ മടക്കണം. കാരണം ഡബിൾ സ്ലീവ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതി ചെയ്തത് ഒരു ലെയർ മാത്രമാണ്, അതായത് ഒരു സ്ലീവിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കാരണം വേറൊരു പീസ് നമ്മൾ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യമേ രണ്ടായിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ടു. അപ്പോൾ ഇത് ഒരു സ്ലീവാണ്, 2 സ്ലീവുള്ള ശ്രദ്ധിക്കണം, ഡബിൾ സ്ലീവാണ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ 5 ഇഞ്ചാണ് വെച്ച് കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇതുപോലെ 2 സൈഡിലും 5 ഇഞ്ച് നമ്മൾ കറക്റ്റ് ലെവലിന് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആസ് യൂഷ്വൽ സ്ലീവ് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് അവിടെ മടക്കുന്നതിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസമുള്ള. തുണി നമ്മൾ 4ആയിട്ട് സാധാരണ രീതിയിൽ മടക്കി ഇടുമ്പം നമ്മൾ സ്ലീവ് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സെപ്പറേഷൻ ഇല്ല. അപ്പോൾ ഇതുപോലെ നമുക്കിത് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ 2 പീസ് തുണി എടുക്കണം. അപ്പോൾ 2 പീസ് തുണി ഇല്ലാത്തതുകൊണ്ട് ആദ്യമേ ഞാൻ ഉള്ള പീസിൽ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് വേറൊരു പീസ് തുണിയും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അതിൻ്റെ സെൻറ്റർ പോയിന്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം ഒരു സൈഡ് കുഴിച്ചും മറു സൈഡ് കയറ്റി നമ്മൾ എപ്പോഴും കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാത്ത. സ്ലീവ് കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇനി നമ്മൾ അടിഭാഗത്തെ വണ്ണം എത്രയാണോ അതിനെക്കാട്ടിൽ ഒരു എക്സ്ട്രാ 3-4 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം. കാരണം ഡബിൾ സ്ലീവ് എന്ന് പറയുമ്പോൾ മുകൾ ഭാഗത്തോട്ട് കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോർമൽ വണ്ണത്തിനെക്കാട്ടിലും ഒരു 2-3 ഇഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്താൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവ്. നോർമൽ സ്ലീവിനെക്കാളും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നമ്മൾ മടക്കി ഇടുന്നതിൽ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് ഇരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു സ്ലീവും കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ 2 സ്ലീവ് ഇവിടെ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് ലൈനിങ് ഒന്നും വെക്കുന്നില്ല, ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ലൈനിങ്ങില്ലേ കോണോട് കോൺ ചേർത്ത് നമ്മൾ അമ്പർല രീതിയിലാണ് കട്ട് ചെയ്യാനിരുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുന്നപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഇറക്കം തീരെ കുറവാണ്. അപ്പോൾ ഞാൻ കരുതി വീണ്ടും ആ ലൈനിങ് നമ്മൾ എ ലൈൻ രീതിയിൽ കട്ട് ചെയ്തില്ല. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ലൈനിങ് അല്ലേ എന്നോർത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. എ ലൈൻ രീതിയിലാണ് നമ്മളത് കട്ട് ചെയ്ത് പിടിപ്പിക്കുന്നത്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസസാണ് ഈ കാണിക്കുന്നത്. ഇത് നമ്മുടെ സ്ലീവാണ്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിലിരിക്കുന്ന നമ്മൾ സ്കേർട്ടിൻ്റെ പാർട്ടാണ്. ലൈനിങ്ങും അടുത്തിരിപ്പുണ്ട്. അതുപോലെ തന്നെ യോക്കിൻ്റെ പാർട്ട് വിരിപ്പുണ്ട്. ഈ ഒരു ഫ്രോക്കിന് നമ്മൾ വള്ളിയും കൂടെ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. വള്ളി പിടിപ്പിക്കുവാണെങ്കിൽ കറക്റ്റ് ഇനിയിപ്പം ലൂസ് ആണെങ്കിൽ പോലും പെർഫെക്റ്റ് ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വള്ളിയും കൂടെ പിടിപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റെയർ കളറാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാനിതിന് തയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന നൂലെല്ലാം ഇതുപോലെ നിരത്തിയിട്ടുണ്ട്. ഇതിന് ചേരുന്ന ഏത് നൂലാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരുപാട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ നൂലും തന്നെ നിരത്തി, പക്ഷേ കറക്റ്റ് അതിന് ചേരുന്നൊരു ഷെയ്ഡ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കിട്ടിയപ്പോൾ പുറത്ത് പോയി നൂല് വാങ്ങാനും നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു, അർജൻറ്റായിട്ട് കൊടുക്കേണ്ടത് കൊണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ഏകദേശം നമ്മൾ സാമ്യം വരുന്ന ഒരു നൂലെടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നൂലൊരിക്കലും അത് മെറ്റീരിയലിൽ നിന്ന് എടുത്ത് നിൽക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ തയ്ച്ചേക്കുന്നത്. അപ്പം നമുക്കിനി ഏതെങ്കിലും ഒരു ചേരുന്നൊരു നൂലെടുത്തതിന് ശേഷം നമുക്ക് തയ്ക്കാനായിട്ട് തുടങ്ങാം. ഇനി അടുത്തത് കഴുത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കാണിച്ചിട്ടില്ലായിരുന്നു. നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത്. നെക്കിൻ്റെ വിരിവെന്ന് പറയുന്നത് 4 ഇഞ്ചാണ് നമ്മൾ വെച്ച് ചെയ്തേക്കുന്നത്. 4 ഇഞ്ച് വിരും. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത. കാരണം നമ്മൾ വീനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ നമ്മുടെ ക്യാൻവാസ് പീസ് ലൈനിങ്ങിൽ നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട്. ഒരു മുട്ടസൂചി വെച്ച് കൊടുത്തതിന് ശേഷം തേച്ചെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇനി നമുക്കതിൻ്റെ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എളുപ്പമാണല്ലോ കൊണ്ട് നമ്മുടെ നല്ല തുണിയിലോട്ട് കൊണ്ട് പിടിപ്പിച്ച് കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഈ സൈഡ് മടക്കി എടുക്കുക ഈ ഒരു രീതി ചെയ്യുന്നത് നമ്മുടെ നെറ്റ് തുണി ആയതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ലൈനിങ്ങിലാണ് സാധാരണ ക്യാൻവാസ് തേച്ച് അടിച്ചു മറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ നെറ്റ് തുണി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ക്യാൻവാസ് നെറ്റിൻ്റെ ഭാഗത്തോട്ട് വന്ന് അത് കാണാൻ തീരെ ഭംഗിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ഇതുപോലെ ലൈനിങ് തുണി വെക്കണം. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ നെറ്റിൻ്റെ നല്ല ഭാഗവും വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ തിരിച്ച് വെച്ച് പോയതാണ്. ഇനിയിപ്പം നല്ല ഭാഗം ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ നടുക്കില്ല, അതായത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ ഒരു കട്ടിങ് കൊടുക്കണം. ഞാൻ കട്ട് ചെയ്ത സമയത്ത് പറയാൻ മറന്നുപോയി. സെൻറ്റർ പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ അതായത് ക്യാൻവാസ് പീസ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിന് എളുപ്പമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ മുകൾ ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കണം. ഒരു സൈഡ് കൈക്കുഴി നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. മറു സൈഡ് അടിക്കേണ്ട, കാരണം ഇത് നെറ്റ് ആയതുകൊണ്ട് തന്നെ ആ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് മുകളിലും ഒരു സൈഡും ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം മുട്ടുസൂചി കൊണ്ട് പിൻ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം തയ്ച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കഴുത്ത് കിട്ടുകയും ചെയ്യും. ഒരിക്കലും നെറ്റ് കുറച്ച് അങ്ങോട്ട് കയറി
കയറിയും ഇറങ്ങിയുമായിട്ട് ഒന്നും നിൽക്കത്തില്ല, കറക്റ്റ് ലെവലിന് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വീനക്ക് ചെയ്യുന്ന ഞാൻ ഒരുപാട് വട്ടം കാണിച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് അടിച്ച് മറിച്ച് നമ്മൾ ഇതുപോലെ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൈത്തൈലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ പുറത്തുകൂടെ അടിച്ച് പതിച്ചെടുക്കുവാണ്, കാരണം നമുക്ക് സമയമില്ല കൈത്തൈലും കൂടെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് നമ്മളത് അടിച്ച് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ബാക്കും ചെയ്തെടുക്കണം. സെയിം ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇനി നമ്മൾ ടക്കാണ്. അപ്പോൾ ടക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഇഞ്ച് വീതി അടിഭാഗത്ത് ഇട്ടതിന് ശേഷം മുകളിലോട്ട് ഒരു 1/4 ഇഞ്ച് വീതി വരെ ഏറ്റവും അരികത്ത് വരെ നമ്മൾ അടിച്ച് എടുക്കണം. അപ്പോൾ അത് എല്ലാ തവണയും ഞാൻ അതും ടക്കിൻ്റെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ടക്കടിക്കണം. അതായത് അടിയിൽ 1 ഇഞ്ച് മുകളിലോട്ട് വരുമ്പോൾ കയറ്റി നേർത്ത് വരച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ അതായത് ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ടക്ക് ചെയ്യുന്നുണ്ട്. ഒരുപോലെ തന്നെ നമുക്ക് ടക്ക് അടിച്ച് കൊടുത്താൽ മതി, മുകളിലോട്ട് നേർത്ത് അടിച്ചു കൊടുത്താൽ മതിയായിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നെറ്റിലൊക്കെ നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ എളുപ്പം ഈ ഒരു രീതി ചെയ്യുന്നതാണ്. ഇനി നമ്മൾ ഷോൾഡർ അടിച്ച് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. ഷോൾഡർ അടിക്കാൻ നേരത്ത് നല്ല തുണിയും ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാൻവാസ് പീസ്, അതായത് കഴുത്തിന് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്ന എന്താണോ ആ ഒരു പീസ് രണ്ടും ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഷോൾഡർ കൂട്ടിയിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഷോൾഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ തയ്യൽ തുമ്പ് ഒരിക്കലും നമുക്ക് പുറത്ത് വരുന്ന രീതിയിൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മളിവിടെ കഴുത്തെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്കത് പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് നമുക്ക് ഇടുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു നെറ്റിന് കട്ടിയില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഷോൾഡർ ഇൻവിസിബിൾ ആയിട്ട് ചെയ്യുമ്പം ആ ഒരു രീതിയിൽ നമുക്ക് പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും. പക്ഷേ ഇടുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തോട്ട് വരുന്ന സ്ലീവ് ഞാൻ കുഴിച്ച് വരയ്ക്കുന്നതാണ്, വരച്ച് കട്ട് ചെയ്ത് കളയുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട, 1/2 ഇഞ്ച് വീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ. ഇനി നമുക്കത് സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 വട്ടം അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. തയ്യൽ തുമ്പ് നമ്മൾ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം സ്ലീവിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കുന്നുണ്ട്. കാരണം ലൈനിങ് ഇല്ലാതെയാണ് നമ്മൾ സ്ലീവ് പിടിപ്പിക്കുന്നത്. അതുകൊണ്ട് തയ്യൽ തുമ്പ് പുറത്തോട്ട് നിന്നാൽ നമ്മുടെ ഫ്രോക്ക് കാണാൻ ഭംഗി കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ പതിച്ചടിക്കാൻ പറയുന്നത്. ആ സ്കേർട്ടിൻ്റെ ലൈനിങ് അടിഭാഗം നമ്മൾ ജസ്റ്റ് മടക്കി അടിച്ചേക്കുന്നതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റും നമ്മൾ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെടുകയാണ് ചെയ്തത്. കാരണം സ്റ്റോൺ വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സൂചി ഒടിഞ്ഞു പോകുമായിരുന്നു. അതുപോലെ തന്നെ തയ്ക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. മടക്കി അടിച്ചപ്പോൾ തന്നെ നമുക്ക് 2-3 സൂചി ഒക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അതിനുശേഷം നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ നല്ല തുണിയും വേസ്റ്റിൻ്റെ ഭാഗം ഒരുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൂട്ടിയടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കൂട്ടിയടിക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ യോക്കുമായിട്ട് കൂട്ടിയടിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. ഇല്ല, രണ്ടും രണ്ടായിട്ട് പിടിപ്പിക്കാൻ പാടാണ്. പിന്നെ നമ്മൾ 2 വള്ളി പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു നീളത്തിൽ നമ്മൾ വള്ളിയും പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. വള്ളി പിടിപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ട് തയ്ച്ച് കൊടുക്കുന്നവർക്കാണെങ്കിലും വള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഷേപ്പായിട്ട് തന്നെ ഇരുന്നോളൂ. അപ്പോൾ ഈ ഒരു ചേച്ചിക്ക് കുറച്ച് ലൂസായിട്ട് തന്നെ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രഗ്നൻ്റ് ആണ് ആള്. അപ്പോൾ ചേച്ചിക്ക് വള്ളി ഉണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ലൂസാക്കി നമ്മുടെ ഡ്രസ്സ് ധരിക്കാമല്ലോ. അപ്പം നമ്മളതെല്ലാം യോക്കും കൂട്ടിയടിച്ചു. അതുപോലെ തന്നെ നമ്മൾ വണ്ണമെല്ലാം നോക്കിയ ശേഷം കൂട്ടിയടിച്ചതിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പറയും 40 ചെസ്റ്റ് സൈസ് ഇത്രയേ ഉള്ളൂ എന്നല്ല, ബാക്കിലോട്ടുണ്ട്, നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും സംശയമായിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.